കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. വൈശാഖ മാസത്തിലുള്ള ഓരോ രൂപങ്ങളും പ്രത്യേകമായിട്ടുള്ള രൂപങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, എന്നും ധാരാളം കല്യാണം, 150ഓളം കല്യാണം. അതുപോലെ നല്ല തിരക്ക്. ഇന്നലെ വൈകുന്നേരം 9-9:30 തന്നെ നിർമ്മാല്യത്തിൻ്റെ ക്യൂ ഏകദേശം കഷ്ടി ഒരു 1000-800-1000 ആളുകളോളം ആയിരുന്നു. അപ്പോൾ രാവിലത്തെ കാര്യം പറയാനില്ലല്ലോ, അതേ തിരക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും വൈശാഖ മാസം തീരാറായി തുടങ്ങി. അതുപോലെ വെക്കേഷൻ്റെ ആ ഒരു ഇതും അവധി ദിവസങ്ങളും ആയതുകൊണ്ടൊക്കെ തിരക്ക് കൂടുതൽ തന്നെയാണ്. നമുക്ക് എന്തായാലും തൊഴാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് കാണുക, ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമാര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴുത് നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നിറയെ പ്രകാശം ഇങ്ങനെ കാണാം. ആ പ്രകാശത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാട്ടോ. അങ്ങനെ നോക്കിയാൽ കുറച്ചൊരു തടിയുള്ള 1 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ചെറിയ ഉണ്ണി ഇങ്ങനെ നിൽക്കാൻ ആവുന്നേ ഉള്ളൂ, ആ ഒരു നിൽക്കലിനെ പോലെയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണി ഇങ്ങനെ ചെറുതായിട്ട് ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂരിലാണ്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ. അതിങ്ങനെ മാറത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. വിളിക്കണമൊന്നുമില്ല, ഇതാർക്കും തരില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെറിയൊരു ഭാവത്തിൽ അങ്ങനെ നിൽക്കണത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ആ കഴുത്തിലേക്ക് നോക്കിയാൽ ഇന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പുലിനഖമാലയാണ്. ഒരു നീല പുലിനഖമാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വളയം പോലത്തെ മാലയുണ്ട്, പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ അങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പുഞ്ചിരി. എനിക്ക് ഉരുളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഓടക്കുഴലും ഉണ്ട്. എന്നാൽ ഞാൻ ആർക്കിട്ട തരൂല്ല എന്നാ, അങ്ങനത്തെ ഒരു ആ കാഴ്ചയിലാണ്. തിരുനെറ്റിയിലൊരു ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊന്നിൻ്റെ കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. കിരീടം പൊന്നിൻ്റെ അല്ല, കളഭത്തിൻ്റെ. പിന്നെ നോക്കുമ്പോൾ തിരുമുടിമാല 3 അത് വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട് ഒന്ന്, അതിങ്ങനെ വേറെ കാണാണ്ട്. പിന്നെ തെച്ചിയും തുളസിയും കൂടി ഉള്ളത്, വെളുത്ത പൂവും കൂടി. പിന്നെ ഉണ്ടമാല എന്താ വെച്ചാൽ, ഉണ്ടമാല കുറച്ച് വലിയൊരു ഉണ്ടമാല, പക്ഷേ ചെറിയ ഉണ്ണിയാണ്. മാല നല്ല താഴത്തേക്കുണ്ട്. അതെങ്ങനെ വെച്ചാൽ തെച്ചി തുളസി വെളുത്ത പൂവും കൂടിയിട്ട് ഇങ്ങനെ ഉള്ളൊരു ഉണ്ടമാല. പിന്നെ 3-4 ഉണ്ടമാലകൾ മേലെ വിധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ആ ഉണ്ണീനെ കണ്ട് തൊഴുക, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഉണ്ണിയുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളെ പ്രാർത്ഥനയിലേക്ക് എത്തും. എല്ലാവരുടെയും കാര്യസാധ്യം ഉണ്ടാവും. അങ്ങനെ അത് കണ്ട് തൊഴുത് നമ്മൾ നേരെ അഗ്നികോളിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുക. പിന്നീട് തിടപ്പള്ളിയും കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയ ചെറിയ ആലിലക്കണ്ണിനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് പ്രാർത്ഥിച്ച് നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക, ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ആ മുഖത്തൊക്കെ കുറേശ്ശെ കളഭച്ചാർത്ത് ചന്ദനം കൊണ്ട് ചാർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ. ധാരാളം പൂക്കളുണ്ട്, മാലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിച്ചിരിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ സരസ്വതി ദേവീനെയും പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഒതിക്കേൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് അവിടെ വരുമ്പോൾ അവിടെ നിറയെ താമരമാല ഉണ്ട്, തുളസിമാലയുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവും. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയെ കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴെ ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്നത് കാണാം. കൃഷ്ണൻ അടുത്തുണ്ട്. അത് കണ്ട് തൊഴുത് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. മുരുകനെയും കണ്ട് തൊഴാം. അങ്ങനെ ഹനുമാൻ സ്വാമി അടുത്ത് വരിക. അവിടെ 2 മാലകളുണ്ട്. വെറ്റിലമാലയുണ്ട്, തുളസിമാലയുണ്ട്, തെച്ചിയും കൂടിയത്. പിന്നെ കുറച്ച് കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മേലെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് നേരെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിന് വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തി ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാം. ഭഗവതിയെ കണ്ട് തൊഴാം. അവിടെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഗോളകയാണ്. പിന്നെ ചുവന്ന പട്ട് ധരിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സ് ആ മമ്മിയൂരും പോയി തൊഴുത പോലെയാവും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അവിടെ വരുമ്പോൾ അയ്യപ്പസ്വാമിക്ക് കളഭമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ് നടയിലെത്തിയ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന നാരായണാലയത്തിലെത്തിയാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.